വലത്തോട്ട് തിരിയാണ്. വടക്കൻ വീട്ടിൽ. എനിക്ക് പനി വന്നിട്ടുള്ളതാണ്. ഞാൻ പാവപ്പെട്ടതാണ്. ഞാനാ കൊച്ചുഞ്ഞ്. നീയായിരുന്ന? ഞാൻ കരുതി അവന്മാര് വീണ്ടും വന്ന് എനിക്ക് ഇടിയെന്നു. വടക്കൻ വീട്ടിലെ വിഹിതം പറ്റി ഞണ്ണാൻ വന്ന അണ്ണന്മാരൊക്കെ ചന്തയിലെ പൊടിയും തട്ടി സ്ഥലം വിട്ടു. വിട്ടു. മഹാഭാഗ്യം. എന്നതായാലും നീയും കൂടെ വാ. എന്തിന്? എടാ, കർത്താവ് 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്ത മഹാനാണടാ. അത് കർത്താവല്ലേ, അതിന് അങ്ങേര് കൂടെ വന്നാ പോരെ. ഞാൻ എന്തിനാ വരുന്നത്? അതല്ലടാ, അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് 2 പേർ കൂടി അങ്ങ് വീതിക്കാം. അതിന് കർത്താവ് വീതിച്ചത് അപ്പ, നിന്റെ അമ്മാവന്മാര് വീതിക്കുന്നത് അടി. ആ പങ്ക് ഈ ബോഡി വീതിച്ചെടുത്താൽ ഇനിയും തോൽവികളേറ്റു വാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി കാണില്ല മക്കളെ. ഞാൻ ജീവിച്ചു പോട്ട്, നീ കയറി വീട്ടിൽ പോടാ മക്കളെ. ആണായി പിറന്നവരാരും ചന്തുവിനെ തോൽപ്പിച്ചിട്ടില്ല. ചന്തുവിനെ ഇനിയും തോൽപ്പിക്കാൻ നിന്നാൽ എന്റെ ലാസ്റ്റ് ബസ് പോവും. അതുകൊണ്ട് ഞാൻ പോണേ. വല്യമ്മാവന്റെ ബെൻസ് എന്നോട് ക്ഷമിക്കൂ വലിയ ബെൻസേ. പാവ അമ്മച്ചി വാതിലടച്ചിട്ടില്ല. ചോറില് വെള്ളം ഒഴിച്ചോ ആവോ. അയ്യോ നമസ്കാരം. മാതാവാണ് ഉള്ളതുള്ളി പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ ഊഹിച്ചതേ ഉള്ളൂ. വടക്കൻ വീട്ടിലെ കാരണവന്മാരെല്ലാം കൂടെ എന്നാത്തിനാ ഇങ്ങനെ വെട്ടമാണ് ചിരുട്ടത്തിരിക്കുന്നത്. ഇരുട്ടത്തിരുന്നതല്ല, ഇരുത്തിയതാ. ഒരു താൻ തോന്നി. അതാരാടാ നെൽസ? കൊച്ചുകുഞ്ഞ് ഈ പാതിരാത്രിയിലും കേറി വന്ന് ഊതല്ലേ? ഇതെന്നാ വർത്തമാനാടാ ഊവേ? പറയടാ, ഏതപ്പന്റെ ആണ്ടു കുർബാനയ്ക്ക് വേണ്ടിയാ ഇന്നേ ദിവസം നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജോലിയും കൂലിയും അന്തസ്സുള്ള മക്കളൊക്കെ എത്തിയിട്ടും തെണ്ടി തിരിഞ്ഞ് തെക്കോടെ കണക്കുന്ന നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. അതിന്റെ വിശദീകരണം എനിക്കറിയണം ഇപ്പോ ഇവിടെ വെച്ച്. എന്റെ വല്യമ്മാവ, ഞാൻ അമ്മച്ചിയോട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത് സത്യമാ. പക്ഷെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്കാണല്ലോ ഈ ഗുണ്ടൽപെട്ട്. അവിടെ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. എനിക്ക് വേണ്ടിയല്ല, ഈ കുഞ്ഞമ്മാവിന് വേണ്ടി. പറയുന്നോ? എനിക്ക് വേണ്ടിയോ? അത് കൊള്ളാം. ഈ കുഞ്ഞമ്മാവൻ പറഞ്ഞതാ ഗുണ്ടൽപേട്ട് 500 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ പൊട്ടറ്റോ കൃഷി പ്ലാൻ ചെയ്യാന്ന്. എന്നാ കൃഷിയാ? ഉരുളക്കിഴങ്ങ് കഴിക്കരുത്, ഗ്യാസാ. ചോദിച്ചു നോക്ക്. തങ്കച്ചാ ശരിയാണോ? ആണോ? നീ പറഞ്ഞതാ? അത് ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നാ പക്ഷെ അങ്ങനെ പക്ഷെ നിർത്തടാ. നിന്റെ മറ്റിടത്തെ ഒരു കൃഷി ഞങ്ങളുടെ അപ്പൻ മരണക്കിടക്കെ കിടന്ന് പറഞ്ഞതാ. ഇനി ഈ തറവാട്ടിൽ ഇന്നാരും കള്ളു കച്ചവടം ചെയ്യരുതെന്ന്. ആ വാക്കിനെ കാറ്റിൽ പറത്തി കള്ളുലേലത്തിന് പോയേച്ചു വന്ന് എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിച്ചാലുണ്ടല്ലോ. എന്റെ വല്യമ്മാവ, ഞാനിന്ന് രാവിലെ കളിച്ച നാടകം തന്നെ നമ്മുടെ ഫിലിപ്പോസിന് വേണ്ടി. അല്ലാതെ എന്റെ കയ്യിൽ എവിടുന്ന കള്ള് റേഞ്ച് ലേലത്തിന് വിളിക്കാനുള്ള കാശ്? 2 സ്മോൾ അടിക്കണേ പോലും അമ്മച്ചിയുടെ തലയണം കിഴി തപ്പണം. അല്ലടാ നെൽസ? പിന്നെ ഭാഗം വെപ്പ് അതിപ്പോ ഞാനൊരു ഒപ്പിടുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്ന് വേണേ ആകാലോ. ഐ ആം ത്രൂ ഔട്ട് ഫ്രീ. വടക്കൻ വീട്ടിലെ അഭിമാന പുത്രന്മാരായ മന്ത്രിയും ഡോക്ടറും കളക്ടറും പട്ടാളവും പോലീസും ആലീസും ഒക്കെ വിളിക്കാതെ തന്നെ എത്തിക്കോളും. വിഹിതം വെച്ച് ഞണ്ണുള്ളതല്ലേ, അവർക്ക് തീരെ വിരോധം കാണുകയില്ല. കഴിവരുടെ മോനെ, നിന്റെ സമയവും സന്ദർഭവും നോക്കി ഭാഗം വെപ്പ് നടത്താൻ ഇവിടെ ചത്തോയി നിന്റെ തന്ത വന്നിരിപ്പുണ്ടാ? മതി. ഇനി ഞാൻ ചോദിച്ചോളാം അവനോട്. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഇവിടെ 1000 വട്ടം പലരുടെ നാക്കുകൊണ്ട് ശപിക്കുന്ന നിന്റെ അപ്പനെ മനസ്സിലിരുത്തി പറഞ്ഞാ മതി. എവിടെയായിരുന്നു നീ? അതിപ്പോ എത്തിയില്ല, എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ എന്റെ ശരി. അതെന്നെ കാര്യം എന്നായി ചോദിച്ചേ? എത്താൻ പറ്റിയില്ല, അത്ര തന്നെ. അമ്മച്ചി, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിൽ പോ, എങ്ങോട്ടെങ്കിലും പോ. പണ്ട് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തില് ഈ അമ്മാവന്മാരുടെ തല്ലുകൊണ്ട് നീ എങ്ങോട്ടോ നാട് തണ്ടി പോയപ്പോ നിനക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഞാൻ. തിരിച്ചു വന്നിട്ടും നീ എനിക്ക് കണ്ണീര് മാത്രമേ തന്നുള്ളൂ. ഇനി എനിക്ക് വയ്യ. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഇത്രത്തോളം അമ്മച്ചി പറഞ്ഞ സ്ഥിതിക്ക് കൊച്ചു ഞുള്ളി തട്ടി ഒരു കാര്യം പറയാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്നാൽ ഇത് ഇന്ന് രാത്രിയിലത്തേക്ക് മാത്രമുള്ള ഗുഡ് നൈറ്റ് ആണ്, എന്നത്തേക്കുമുള്ളതാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ പാക്കല.
ഗുഡ് മോർണിംഗ്. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീയാ? എന്റെ മോന് ചായപ്പൊടിന്റെ വെള്ളം പറയടാ തെണ്ടി. തുടങ്ങി. പഞ്ചസാര കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്താരാടാ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? അവന്റെ ഒരു ബ്ലാക്ക് ടീ. എന്റെ അമ്മയാണത്രേ അമ്മ. അപ്പൊ മരിച്ചു പോയത് എന്റെ അച്ഛനല്ലേ? ശരിയായിരിക്കും. ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട, അച്ഛനാണെങ്കിൽ പ്യൂർ ബ്ലാക്കും. അമ്മേ, ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ വേണ്ട, പഴയ പോലെ പഴകഞ്ഞി വെള്ളം തന്നെ എടുത്തോ. നായിന്റെ മോനെ എന്നാ തുടക്കം. മിക്കവാറും ഇന്നും നായി നക്കും എന്റെ ജീവിതം. രാവിലെ തന്നെ പത്രം വന്നു. ഭാഗ്യം, എടുത്തു വച്ചേക്ക, എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. ചരമക്കോളത്തിന്റെ അങ്ങാടി നിലവാരം നോക്കാം. ഇന്ന് ഇത്രേ ഉള്ളൂ. ചരമക്കോളം ലൈവാ? ഇതെപ്പോഴെത്തി? ഈശ്വര, ആരെങ്കിലും കൊന്നിട്ടതാണോ എന്തോ? ഔ, ചത്തിട്ടില്ല. ഡാ വടക്കം വീടാ, എഴുന്നേറാ. ആ, നീ പോയില്ലടാ. പോയി. പിന്നെ എന്നതാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടേ, അതിനിത് വടക്കം വീടല്ല, ഇത് ഒടക്കം വീടാ. ഐ മീൻ എന്റെ വീട്. എടാ നാറിയേ, എന്തോ? എന്നാ പിടി, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പാർച്ചിനിക്കടവ് മുത്തപ്പ, ഇതാര്? വടക്കം വീട്ടിലെ കൊച്ചു തമ്പുരാനോ? ഇന്നലെ രാത്രിയും ഗുഡ് നൈറ്റ് പറഞ്ഞൂല്ലേ തറവാട്ടെന്ന്? ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല. ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതങ്ങ് പിടിച്ചാട്ടെ. സന്തോഷം. ആഹാ, രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്.